ഇതെല്ലാം നന്നായിട്ട് തിരുമ്മിയെടുക്കണം. ആകെ ഞാൻ വിചാരിച്ചൊരു 4 തേങ്ങ ഉണ്ടാവുമെന്ന് വിചാരിച്ചാൽ തുടങ്ങിയത്. പക്ഷെ ഞാനത് ഇടയ്ക്കൊക്കെ എടുത്തതങ്ങ് മറന്നുപോയി. നാടൻ തേങ്ങ ജസ്റ്റ് നമുക്കൊരു ലക്കിന് കിട്ടിയത്, അങ്ങനെ കിട്ടാറില്ല ഈ തേങ്ങ. അതുകൊണ്ട് അന്നേരം ആവേശത്തിന് 4-5 വാങ്ങി. പക്ഷെ ഇങ്ങനെ ഓരോന്നോരോന്നെടുത്ത് ഇട്ട് ചമ്മന്തിപ്പൊടി ഇടിക്കണമെന്ന് മനസ്സിലുണ്ട്, പക്ഷേ അരയ്ക്കണമെന്ന് മനസ്സിലുണ്ട്. പക്ഷേ ഇത് ഞാൻ എടുത്തങ്ങ് തീർന്ന്. അപ്പം ഇപ്പോൾ 2 തേങ്ങയായിട്ട് അവശേഷിച്ചു. അപ്പം ഞാൻ വെച്ചാൽ ഉള്ള തേങ്ങ വെച്ച് നമുക്ക് ഉണ്ടാക്കാമെന്ന് വെച്ചാൽ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് തിരുമ്മിയെടുക്കണം. അപ്പോൾ ആൾക്ക് 4 മുറിയുള്ളൂ 2 തേങ്ങയുടെ. അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് തിരുമ്മിയെടുക്കാം. വഴി നമുക്ക് ഇങ്ങനത്തെ ഒരു എഡ്ജ് ഉണ്ടാകത്തില്ല ഇവിടെ ഇങ്ങനെ, അത് തിരുമാത്തൊരു ഭാഗത്തിൻ്റെ ഒരു എഡ്ജ് കാണാൻ പറ്റുന്നുണ്ടോ? തിരുമാത്തൊരു ഭാഗത്തിൻ്റെ അത് ഇങ്ങനത്തെ ഒരു റൗണ്ട് എഡ്ജ് ഉണ്ടാകത്തില്ലേ? നമ്മൾ തിരുമാന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പം ഇവിടുന്ന് തിരുമ്പി തുടങ്ങണം. ഈ ഒരു എഡ്ജിൽ നിന്ന് ഇങ്ങനെ ഈ ഒരു ഭാഗം മാത്രം തീരുന്ന രീതിയിൽ ഇങ്ങനെ തിരുമ്പി തുടങ്ങണം. ഈ ഒരു സൈഡ് മാത്രം തീരുന്ന രീതിയിൽ ഇങ്ങനെ തിരുമണം. തിരുമുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണ്ടേ, നമ്മൾ ചിരവയുടെ എവിടെ വെക്കണമെന്ന് കാണിച്ചു തരാം. ഈ സൈഡ് ഭാഗം വെച്ചിട്ട് നമുക്ക് തിരുമാം, അതേപോലെ തന്നെ ഈ എഡ്ജ് ഭാഗം വെച്ച് നമുക്ക് തിരുമാം. പക്ഷെ നമ്മൾ കുഞ്ഞി പൊടിയായിട്ട് ചമ്മന്തിക്കൊക്കെ നമ്മൾ പൊടി ചമ്മന്തിയൊക്കെ ഇടിക്കത്തില്ല, ആ സമയത്ത് നമുക്ക് ചെയ്യാനായിട്ട് ഇങ്ങനെ തോരൻ പോലെ നമുക്കിങ്ങനെ വലിയൊരേ കനത്തിൽ ചെറിയ പീരിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇവിടെ വെക്കുക, ഈ ടിപ്പിൽ വെക്കുക. എന്നിട്ട് ഇങ്ങനെ ചെറുകനെ തിരുമുക, ചെറിയതായിട്ട് ഇങ്ങനെ തുരന്ന് കൊടുക്കണ്ട. അപ്പം കണ്ട നമുക്ക് ചെറുതായിട്ട് കിട്ടും. വ്യത്യാസം ഞാൻ കാണിച്ചത് കണ്ട, ഇത് കണ്ട ഈ പീരയും വേണ്ട, ചെറിയ പീരയല്ല ഇത്, ഈ പീരയും. പക്ഷെ നമ്മൾ ഈ സൈഡ് കൊണ്ട് തിരുമുന്ന പീര വ്യത്യാസമുണ്ട്. കണ്ട, ഇത് വലിയ പീരയാണ് കിട്ടുന്നത്. കണ്ട, ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അപ്പോൾ തിരുമൽ ഇവിടെ ഇങ്ങനെ ചക്രതി നടന്നുകൊണ്ടിരിക്കണം കേട്ടോ. അത്രയും ഞാൻ തിരുമി കാണാൻ പറ്റുന്നുണ്ട്, വെട്ടമല്ല കാണാൻ പറ്റുന്നില്ല. ഇതുണ്ട് തേങ്ങ, അത് അത്രയും തേങ്ങ ഞാൻ തിരുമി എടുത്ത് കേട്ടോ. അത്രയും തേങ്ങ തിരുമി എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഭയങ്കരമായിട്ടുള്ള മടിയുള്ള കാര്യമാണ്. പക്ഷേ നമ്മുടെ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം തിരുമിയേ എത്തത്തുള്ളൂ കേട്ടോ. കൊച്ചിനെ നല്ല എളുപ്പം നമുക്ക് സ്കൂളിൽ കൊടുത്തു വിടാൻ വേണ്ടിയിട്ടേ വേഗം കുറച്ച് ചമ്മന്തിപ്പൊടി എടുത്ത് വാരിയിട്ട് എന്തെങ്കിലുമൊക്കെ തോരനോ മുട്ട പൊരിച്ചതൊക്കെ ഉണ്ടെങ്കിൽ സംഗതി ഉഷാർ അല്ലേ. അപ്പോൾ അതാണ് ഞാൻ തിരുമോ തന്നെ വിയർത്ത് ഒലിച്ച്. ഓക്കെ, ബാക്കിയും കൂടെ ഞങ്ങൾ തിരുമെടുക്കട്ടപ്പോഴത്തേക്കും. അങ്ങനെ ഇത്രയും തേങ്ങ ഞാൻ ആകെ മൊത്തം തിരുമ്മി എടുത്ത് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കൊച്ചുള്ളിയാണ്. ഈ കൊച്ചുള്ളിയുടെ ഈ പൊളിച്ചെടുക്കാനൊക്കെ ഭയങ്കര പാടാണ്. പണ്ട് ഈ കൊച്ചുള്ളി അരിയുമ്പോൾ കണ്ണ് തീറുമ്പം വീട്ടിലൊരു കഥ പറയാമായിരുന്നു. എന്തെന്നറിയാമോ? കുറേ പച്ചക്കറികൾ അരിയാനെടുത്ത കൂട്ടത്തിൽ ബാക്കി എല്ലാ പച്ചക്കറികളും ഓരോ പച്ചക്കറികൾ എടുക്കുമ്പോൾ ഓരോരുത്തർ കരയും. അടുത്ത ആളെ എടുക്കുമ്പോൾ ബാക്കിയുള്ള ആൾ കാര്യം. അവസാനം ബാക്കി വന്ന ആളാണ് ഉള്ളി. അപ്പോൾ ഉള്ളിക്ക് ഭയങ്കര വിഷമായി. അപ്പോൾ ഉള്ളി ദൈവത്തോട് വെച്ച്, ദൈവമേ എന്നെ കൊല്ലുമ്പോൾ ആരായിരിക്കും കരയാനുണ്ടാവുക? അപ്പോൾ ദൈവം പറഞ്ഞു, വിഷമിക്കണ്ട, നിന്നെ കൊല്ലുന്ന ആരാണോ അവനായിരിക്കും നിനക്ക് വേണ്ടിയിട്ട് കരയുന്നത്. അപ്പം കൂടെ ഇരുന്ന് കരയാൻ വേണ്ടി ഒരു കൊച്ചുള്ളിനെ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ കൊത്തി വെച്ചിട്ട് പൊളിച്ചാൽ മതി, നമ്മൾ കരയത്തില്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പം എൻ്റെ കണ്ണ് നിറഞ്ഞ് നിങ്ങൾ കണ്ട ഇതുപോലെ നിറയും കേട്ടോ. അപ്പം കുറേ കൊച്ചുള്ളി എടുത്ത് നന്നായിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞ് വെക്കുക. അതിൻ്റെ കൂട്ടത്തിൽ ഒരു കഷ്ണം ഇഞ്ചി, ഞാൻ കാണിച്ച അത്രയും ഇഞ്ചി അതും കൂടെ നന്ന് കുഞ്ഞായിട്ട് അരിഞ്ഞു വെക്കുക. എന്നിട്ട് നല്ലതായിട്ട് കട്ടിയുള്ളൊരു പാത്രം, കുറച്ച് വലിയ വിസ്താരമുള്ളൊരു പാത്രം എടുക്കുക. ഉരുളിയാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. അത് അടുപ്പ് കത്തിച്ചിട്ട് നമ്മൾ അടുപ്പിലോട്ട് വെക്കുക. എന്നിട്ട് ആദ്യമേ തേങ്ങ ഇടണം. പക്ഷേ തേങ്ങ ഇടുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചിയും ചുമന്നുള്ളിയും ഇല്ലേ, ചെറിയ ഉള്ളി, ഈ ചെറിയ ഉള്ളിയും ഇഞ്ചിയും കൂടെ നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് തോന്നിട്ട് ഈ തേങ്ങ ഇട്ടാൽ മതി. അപ്പം കുറച്ചുകൂടെ ഞാനത് മറന്നു പോയതുകൊണ്ടാണ് ഈ തേങ്ങ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നടുക്കിലോട്ട് ഇച്ചിരി കുഴി കുഴിച്ചിട്ട് ആ നടുക്കിലോട്ട് ഈ ഉള്ളിയും ഇഞ്ചി ഇട്ടത് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ല ചൂട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം, ഫുൾ ചൂട് വെക്കരുത്, ഒരു മീഡിയം ലെവലിലൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ കറണ്ട് അങ്ങ് പോയി. അങ്ങനെ കറണ്ട് പോയ ഞാൻ ഇരുട്ടത്ത് മൊബൈലൊക്കെ കത്തിച്ച് വെച്ച് ടോർച്ചൊക്കെ കത്തിച്ച് വെച്ചിട്ടാണ് ബാക്കി വറുത്തെടുത്ത് കേട്ടോ. അപ്പോൾ വറുത്തെടുത്തിട്ട് ഈ ഒരു പരുവൊക്കെ ആകുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് വറ്റൽമുളക്, കുരുമുളക്, പിന്നെ അത് രണ്ടും ഇടാം കേട്ടോ. വറ്റൽമുളക് എപ്പോഴും പൊടി ചമ്മന്തി ഉണ്ടാക്കുമ്പം നമ്മൾ വറ്റൽമുളക് ഇടുന്നതായിരിക്കും ബെസ്റ്റ്, സൂപ്പറായിരിക്കും. പക്ഷേ ഇപ്പോൾ എൻ്റെ കയ്യിൽ വറ്റൽമുളക് ഇല്ലായിരുന്നു കേട്ടോ. വറ്റൽമുളക് ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ മുളക് പൊടി ഇട്ടെ. അപ്പോൾ ഈ ഒരു പരുവൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ച് മുളക് പൊടിയും കൂടി ഇടണം.
എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കറിവേപ്പില ഇടണം, മസ്റ്റാർഡ് ഇടണം. ഇത്ര സാധനങ്ങളാണ് അതിനകത്ത് ഇടേണ്ടത്. അപ്പോൾ ഇഞ്ചിയായി ചെറിയുള്ളിയായി, കുരുമുളക്, കറിവേപ്പില, തേങ്ങ, പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൊടുക്കുക. ഇത്രയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു പരുവമൊക്കെ എത്തുമ്പോഴത്തേക്കും ഇനി നമുക്ക് ഇടേണ്ടത് കായപ്പൊടി കേട്ടോ. കുറച്ച് കായപ്പൊടി ഇടണം. കായപ്പൊടി കൂടെ മാത്രം എക്സ്ട്രാ ഇട്ടാൽ മതി. എന്നിട്ട് നന്നോളം ചെറിയൊരു മലർന്ന പാത്രമില്ലേ, വിസ്താരമുള്ളൊരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് നല്ലതായിട്ട് തണുത്തിട്ടേ അരയ്ക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ആ സമയത്തേക്ക് കുറച്ച് ഉണക്ക കൊഞ്ചി, അതിൽ നിന്നൊരു പകുതി തേങ്ങ നമുക്കൊരു കൊഞ്ചി ചമ്മന്തിയും കൂടെ ഇടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ഉണക്ക കൊഞ്ചി ഇതുപോലെ നല്ലതായിട്ട് കഴുകിയെടുക്കുക. അപ്പോൾ കഴുകിയ കൂട്ടത്തിൽ ഒരു മുള്ള എൻ്റെ കയ്യിൽ കുത്തി കയറി. അങ്ങനെ ചോരയൊക്കെ വന്ന്, ചോര കണ്ടത് കൊണ്ട് കൊള്ളാമായിരിക്കും. അങ്ങനെ നന്നായിട്ട് കഴുകി ഇത് വാരിയിട്ട് ഇത് വീട്ടിൽ അമ്മ എടുക്കുമ്പോൾ മുറത്തിലിട്ട് ഇങ്ങനെ നമ്മൾ ചെറുതായിട്ട് ഞെക്കി കളയുന്നതാണ്. അതെന്താണെന്നും വലിയ പിടിയൊന്നുമില്ല. എന്തായാലും ഉണക്ക കൊഞ്ചല്ലേ, പൊടിക്കാനല്ലേ, അപ്പോൾ അതൊന്നും കളയൊന്നും വേണ്ട കേട്ടോ. ഞാനൊന്നും കളഞ്ഞില്ല. നന്നായിട്ട് കഴുകുക. എന്നിട്ട് ഇതുപോലെ നമ്മൾ ആ തേങ്ങ വറുത്ത പാത്രത്തിലോട്ട് തന്നെ ഇടുക. വേറെ പാത്രം എടുക്കാക്കി അതെല്ലാം നമ്മൾ തന്നെ കഴുകണം. അതുകൊണ്ട് ആ പാത്രത്തിലോട്ട് തന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കുക. എന്നിട്ട് പകുതി തേങ്ങ നോർമലായിട്ട് പൊടിക്കുക, ബാക്കി പകുതി നമ്മൾ ഉണക്ക കൊഞ്ചും ഇട്ടിട്ട് നല്ല കൊഞ്ച് ചമ്മന്തി ഉണ്ടാക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ഇടുന്ന കൂട്ടത്തിൽ ഉപ്പും പുളിയും മറക്കാതിടണം കേട്ടോ. ഇത്രയും ഉരുണ്ട പുഴുപുളി, നമ്മുടെ നീളമുള്ള പുള്ളിയില്ലേ, അതും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചിങ്ങെടുക്കുക കേട്ടോ. ഈ ഒരു പരുവം. ഇതിൽ കൂടുതൽ അരയ്ക്കരുത്. അരച്ചാൽ എന്ത് പറ്റും, എണ്ണ തെളിഞ്ഞ് വരും, പിന്നെ തീയൽ വെക്കാനേ കൊള്ളത്തുള്ളൂ. അതുകൊണ്ട് അത്രയും ആവരുത്. ഈ ഒരു പരുവത്തിൽ പൊടിച്ചെടുക്കുക. അതായത് ഒന്ന് നമ്മൾ നോർമലായിട്ടൊരു ചമ്മന്തി, പൊടിച്ചമ്മന്തി, ഞങ്ങൾ ഇടിക്കുക എന്ന് പറഞ്ഞു പണ്ട് നമ്മളി പോലൊക്കെ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ചമ്മന്തി ഇടിക്കുക എന്ന് പറഞ്ഞ് ശീലിച്ചുകൊണ്ട് നമ്മൾ ചമ്മന്തിപ്പൊടി ഇടിക്കുക നമ്മൾ വീട്ടിലൊക്കെ പറയുന്നത്. അപ്പോൾ അതേ ഒരു മോഡലിൽ ഞങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നോർമലായിട്ട് ആ ചമ്മന്തി ഇടിച്ച് വെച്ചു. ഓക്കെ. എന്നിട്ട് മറ്റേതിനകത്ത് കുറച്ച് കൊഞ്ച്, ഉണക്ക കൊഞ്ചില്ലേ, ഉണക്ക ചെമ്മീൻ എന്ന് പറയും, അത് നന്നായിട്ടൊന്ന് ചൂടാക്കി വറുത്തിട്ട് നല്ല ചൂടാക്കുമ്പോഴത്തേക്ക് വേവും. ഉണങ്ങിയ കൊഞ്ചല്ലേ, അതും കൂടി ഇട്ടിട്ട് നമ്മൾ പൊടിച്ചു വെച്ചു. പിന്നെ എന്തൊക്കെയോ ചിലതൊക്കെ നമ്മളോട് മിസ്സായിട്ടുണ്ട്. അത് ഇത്രയും കാര്യങ്ങളുള്ളൂ. ഒന്ന് നമ്മൾ മുളക് പൊടി മാത്രമേ ഇടുന്നുള്ളൂ. കുരുമുളക്, കായം, ഒരു പൊടികളും ഇടുന്നില്ല. പിന്നെ ചേർക്കുന്നത് പിഴുപുളിയും, നമ്മുടെ പിഴുപുളിയില്ലേ, വാളംപുളി, നീളപുളി, ആ പുളിയും പിന്നെ ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. അടിപൊളി ടേസ്റ്റാണ്. ഉണ്ടാക്കി വച്ചിരുന്നാൽ കുഞ്ഞുങ്ങൾക്ക് രാവിലെ സ്കൂളിൽ പോകാൻ പെട്ടെന്ന് നമുക്ക് ഇതിന് കുറച്ചിട്ടിട്ട് തോരനോ അല്ലെങ്കിൽ മെഴുക്ക് പുരട്ടിയോ അല്ലെങ്കിൽ മുട്ട വെച്ചതോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ എളുപ്പത്തിൽ കറിക്ക് വേണ്ടി നമുക്കത് കൂടി നടക്കേണ്ട ആവശ്യമില്ല. ഞാനങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയോടെ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.